അല്ല, ഇത് പി.കെ. ശശി വിഷയം മാത്രമല്ല, പല സംഭവങ്ങളും സമീപകാലത്തായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ചിലതൊക്കെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു, ചിലത് ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷം പുതുതായിട്ട് ശക്തിപ്പെട്ട് വന്നിട്ടുള്ളതാണ്. ചിലത് ഇനിയും അടുത്ത ഘട്ടത്തിൽ പുറത്തു വന്നേക്കാം എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഈ പാർട്ടിയുടെ പോക്ക് ശരിയായ ദിശയിലല്ല എന്നൊരു തോന്നൽ പാർട്ടി മെമ്പർമാരുടെ ഇടയിലുണ്ട്, അനുഭാവികളുടെ ഇടയിലുണ്ട്, സഹയാത്രികരുടെ ഇടയിലുണ്ട്, പാർട്ടിക്ക് വേണ്ടി കൂലിത്തല്ലിന് പോകുന്ന സാംസ്കാരിക നായകന്മാരുടെ ഇടയിൽ വരുന്നുണ്ട്. ഇവരൊക്കെ ഇത് ഒളിഞ്ഞ് തെളിഞ്ഞ് ഭംഗ്യന്തരയുടെ പറഞ്ഞു കഴിഞ്ഞു. വ്യാപകമായ അതൃപ്തിയും അസംതൃപ്തിയും പാർട്ടി കേഡർമാരുടെ ഇടയിലുണ്ട്. ഈ തുടർ ഭരണം എന്ന് പറഞ്ഞത് ഒരു അവസരം മാത്രമല്ല, ഒരു ബാധ്യതയും കൂടിയാണ്. ഒരു സ്റ്റേജിൽ അവസരം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം, അതുവഴി പാർട്ടിയുടെ ബഹുജന അടിത്തറ, മുന്നണിയുടെ ബഹുജന അടിത്തറ, മുന്നണിക്കും പാർട്ടിക്കും ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസ്യത, ഇതൊക്കെ വീണ്ടെടുക്കാനുള്ളൊരു അവസരമാണ്. അതിലെ ബാധ്യത, അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്ന് പറയുന്നത് ഈ പവർ കറപ്റ്റ്സ്, ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി എന്ന് പറഞ്ഞ സംഭവമാണ്. 5 കൊല്ലത്തേക്ക് ജനങ്ങളെ ഏൽപ്പിച്ച അധികാരം നമുക്കറിയാം, 5 കൊല്ലം കഴിയുമ്പോൾ അത് വിചാരണ ചെയ്യപ്പെടും, എതിർ പാർട്ടി അധികാരത്തിൽ വരും. അപ്പോൾ നമ്മൾ ചെയ്ത ചെയ്തികൾ നിയമപരമായ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഒക്കെ ചോദ്യം ചെയ്യപ്പെടും എന്ന് തോന്നലുണ്ടാവും. നേരെ കുറച്ച് 10 കൊല്ലമാകുമ്പോഴത്തേക്കും ഈ ആത്മവിശ്വാസം ഏതാണ്ട് അഹങ്കാരത്തിൻ്റെ ഒരു തലത്തിലെത്തുകയും നമ്മൾ എന്ത് ചെയ്താലും ആളുകൾ സഹിക്കും, നമുക്ക് എന്ത് ചെയ്യാം എന്ന ഒരു ധിക്കാരമായിട്ട് മാറും. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. പിന്നെ ഈ 5 കൊല്ലത്തെ ഭരണം ജനങ്ങളുടെ ഒരു സ്വീകാര്യത കിട്ടിയത് മുഖ്യമന്ത്രിയുടെ ഒരാളുടെ മാത്രം മേന്മ, ഒരു ടീം വർക്ക് അതിൻ്റെ അകത്തുണ്ട്. മാത്രവുമല്ല, കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ പരിചയമുള്ള മന്ത്രിമാർ, ഉദാഹരണത്തിന് തോമസ് ഐസക്, അതെ, ജി സുധാകരൻ, എ.കെ. ബാലൻ, സി രവീന്ദ്രനാഥ്, ഇങ്ങനെയുള്ള ആളുകൾ, പിന്നെ വളരെ സീനിയറായിട്ടുള്ള ഇ.പി. ജയരാജൻ. അതുമാത്രമല്ല, ഇനിയിപ്പോൾ ഇത്രയും പേരെ മാറ്റി നിർത്തിയാൽ പിന്നെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാവുന്ന ആളുകൾ 3, 4 തവണയൊക്കെ എം.എൽ.എമാരായിരുന്ന ആളുകൾ, ഉദാഹരണത്തിന് നമ്മുടെ റാന്നിയിലെ രാജു എബ്രഹാം, അതെ, തീർച്ചയായും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന ഒരാളാണ് അടുത്ത ഘട്ടം. അല്ലെങ്കിൽ ഏറ്റുമാനൂർ സുരേഷ് കുറുപ്പ്, അതുമല്ലെങ്കിൽ നേരത്തെ മന്ത്രിയായിട്ടുള്ള ആളാണ് എറണാകുളത്തു നിന്നുള്ള എസ് ശർമ്മ, ശരിയാണ്, അല്ലെങ്കിൽ ഗുരുവായൂരെ കെ.വി. അബ്ദുൽ ഖാദർ, അല്ലെങ്കിൽ പ്രദീപ് കുമാർ കോഴിക്കോട്ടെ, ഇങ്ങനെ പല ആളുകളുണ്ടായിരുന്നു. ഇവരെല്ലാവരെയും തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വെട്ടി നിരത്തി. അവർക്ക് ആർക്കും മത്സരിക്കാൻ സീറ്റ് കിട്ടുന്നില്ല. പാർട്ടി ഒരു പുതിയ മാനദണ്ഡം കൊണ്ടുവരികയാണ്. 2 തവണ തുടർച്ചയായിട്ട് മത്സരിച്ച് ജയിച്ചവർക്ക് ഇനി സീറ്റില്ല. കേൾക്കുമ്പോൾ ശരിയാണ്, നല്ല കാര്യമല്ലേ. സ്ഥിരമായിട്ട് ചില ആളുകളിങ്ങനെ ചില മണ്ഡലങ്ങൾ അട്ടിപ്പേറാക്കി വെച്ച് അവിടെ നിന്ന് മത്സരിച്ച് അവർ ജയിച്ച്, അവർ മാത്രം ജയിച്ച് അവരിങ്ങനെ മന്ത്രിമാരായിട്ട് ഇങ്ങനെ ഛത്ര ചാമര പരിബീജിതരായിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും അവസരം കിട്ടണ്ടേ. ഇതിലേക്ക് ഫ്രഷ് ബ്ലഡ് വരേണ്ട ആവശ്യമുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? പരിചയസമ്പന്നരായ ബാക്കി മന്ത്രിമാരെ കൂടി വെട്ടി നിരത്തി. ഉദാഹരണത്തിന് ശൈലജ ടീച്ചർ, വലിയ ഗ്ലാമറുള്ളൊരു മന്ത്രിയാണ്. അതല്ലെങ്കിൽ A.C. മൊയ്തീൻ, അതുപോലെ T.P. രാമകൃഷ്ണൻ, M.M. മണിക്ക് പിന്നെ പ്രായാധിക്യമുണ്ടെന്ന് പറയാം, കടകംപള്ളി സുരേന്ദ്രൻ, ഇവരെല്ലാവരും മാറ്റിയാണ്. എന്നിട്ട് പുതിയ ഒരു സെറ്റ് ആളുകളെ കൊണ്ടുവരും. ഇവരെല്ലാവരും തന്നെ പരിചയസമ്പത്ത് കുറഞ്ഞവരാണ്. ഈ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ പരിചയസമ്പന്നരായ 2 മന്ത്രിമാരുള്ളൂ. ഒന്ന് A.K. ശശീന്ദ്രൻ, മറ്റത് കൃഷ്ണൻകുട്ടി. ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പോൾ തീർത്തും പുതുമുഖങ്ങളായ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആളുകളെ വെച്ചിട്ട് മന്ത്രിസഭ ഉണ്ടാകും. അതേക്കുറിച്ച് വ്യാപകമായ മുറുമുറുപ്പ് ഉണ്ടാകും. അതുമാത്രമല്ല, ഇങ്ങനെ ചെയ്തതിൻ്റെ പുറകിലുള്ള ചേതോവികാരം മറ്റ് പലതുമാണ്. പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുക എന്നുള്ളതല്ല, മുഖ്യമന്ത്രിയുടെ മരുമകനെ പാർട്ടിക്കകത്തും മന്ത്രിസഭയിലും മുന്നണിയിലും ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന ഒരു മർമറിങ് ക്യാമ്പയിൻ അന്ന് മുതൽക്ക് ഇന്നേ ദിവസം വരെയും ഇവിടെ പ്രാബല്യത്തിലുണ്ട്.